അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മളിപ്പോൾ കുറേ അറബി പദങ്ങൾ പഠിച്ചു, അറബി അക്ഷരമാല പഠിച്ചു, അറബി പദങ്ങൾ പഠിച്ചു കുറേ, അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ശരീരത്തിൻ്റെ കുറേ ഭാഗങ്ങൾ അറബിയിൽ എന്തിനു പറയുക, അത് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ കുട്ടികൾ മദ്രസയിൽ പഠിക്കുന്ന 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ തഫ്ഹീമു തിലാവ എന്ന പുസ്തകത്തിലുള്ള കുറേ പദങ്ങളാണ്. ഇത് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ സഹായകമാകും. അവർക്കിത് വായിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ അവർ കേട്ടാൽ മതി കേട്ടോ. അപ്പോൾ 1ാം ക്ലാസ്സിൽ നമ്മുടെ മദ്രസ കുട്ടികൾ പഠിക്കുന്ന ആ പാഠഭാഗങ്ങളിൽ നിന്നുള്ള ഏതാനും പദങ്ങളാണ്, കെലിമത്തുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ശ്രദ്ധിക്കുക എല്ലാവരും. അതിൻ്റെ അർത്ഥം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വാക്കും അർത്ഥവും ശ്രദ്ധിക്കുക. അദബുൻ, ഇബറുൻ, ഉമ്മുൻ, മഹ്ദുൻ. അതിൻ്റെ അർത്ഥം അദബുൻ മര്യാദ, ഇബറുൻ സൂചി, ഉമ്മുൻ ഉമ്മ, ഉമ്മെന്ന് പറഞ്ഞാൽ ഉമ്മ, മഹദുൻ തൊട്ടിൽ. അടുത്ത് ദൽവുൻ ബക്കറ്റ്, ബൈത്തുൻ വീട്, ലബിനുൻ ഇഷ്ടിക, ഹജമുൻ ജഗ്. ഒന്നും വായിക്കാം. അദബുൻ മര്യാദ, ഇബറുൻ സൂചി, ഉമ്മുൻ ഉമ്മ, മഹദുൻ തൊട്ടിൽ, ദൽവുൻ ബക്കറ്റ്, ബൈത്തുൻ വീട്, ലബിനുൻ ഇഷ്ടിക, ഹജമുൻ ജഗ്. ഇവിടെ പുള്ളികളൊക്കെ നിങ്ങൾക്കറിയാലോ. അദബുൻ, ബാനൊരു പുള്ളി കണ്ടില്ലേ, ഇവിടെയൊക്കെ ഒരു പുള്ളി, പിന്നെ ഇവിടെ ഒന്നും പുള്ളിയില്ല. ബാന് ഇവിടെ ഒരു പുള്ളി, യാന് 2 പുള്ളി, താന് 2 പുള്ളി, ബാനൊരു പുള്ളി, നൂനൊരു പുള്ളി, ജീമിനൊരു പുള്ളി കേട്ടോ. ആ പുള്ളികളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞതുപോലെ അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഒന്നും വായിക്കാം. അദബുൻ മര്യാദ, ഇബറുൻ സൂചി, ഉമ്മുൻ ഉമ്മ, മഹദുൻ തൊട്ടിൽ, ദൽവുൻ ബക്കറ്റ്, ബൈത്തുൻ വീട്, ലബിനുൻ ഇഷ്ടിക, ഹജമുൻ ജഗ്. ഇത്രയും പദങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള പദങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വെച്ച് പഠിക്കാം ബിഇദ്നില്ലാഹി തആല. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.